പണ്ട് കേരളത്തിലെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ആറാട്ടുപുഴ. അവിടെയുള്ള ശാസ്താവിനെ കാണാൻ 33 കോടി ദേവന്മാരും ഒന്നിച്ചെത്തുന്ന സുന്ദരമായ ഒരു സങ്കല്പമുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. വളരെ പണ്ട് ആറാട്ടുപുഴയിലെ ശാസ്താവ് വലിയൊരു തപസ്സിലായിരുന്നു. ഭഗവാന്റെ ആ തപസ്സിന്റെ ചൈതന്യം ലോകം മുഴുവൻ പടർന്നു. ഇതറിഞ്ഞ പ്രപഞ്ചത്തിലെ സകല ദേവീദേവന്മാരും ഭഗവാനെ നേരിൽ കാണാനും ആ ചൈതന്യത്തിൽ പങ്കുചേരാനും ആഗ്രഹിച്ചു. അങ്ങനെ ഒരു മകയിരം നാളിൽ ദേവലോകത്തു നിന്നും ഭൂമിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ദേവന്മാർ ആറാട്ടുപുഴയിലേക്ക് യാത്ര തിരിച്ചു. ഓരോ ദിക്കിൽ നിന്നും ആനപ്പുറമേറി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവന്മാർ ഒന്നൊന്നായി ആറാട്ടുപുഴ പാടത്തേക്ക് ഒഴുകിയെത്തി. ചേർപ്പമ്മയും ഊരകത്തമ്മയും അന്തിക്കാട് ശാസ്താവും എല്ലാം തങ്ങളുടെ പരിവാരങ്ങളുമായി അവിടെ ഒത്തുചേർന്നു. രാത്രിയുടെ നിശബ്ദതയിൽ നിലവിളക്കുകളുടെ വെളിച്ചത്തിൽ ആറാട്ടുപുഴ പാടം ദേവലോകം പോലെ തിളങ്ങി. 33 കോടി ദേവന്മാരും ഒരേ സ്ഥലത്ത് സംഗമിച്ചതുകൊണ്ട് ഇതിനെ ദേവമേള എന്ന് വിളിക്കാൻ തുടങ്ങി. ഭഗവാൻ ശാസ്താവ് ആതിഥേയനായി എല്ലാവരെയും സ്വീകരിച്ചു. പിറ്റേന്ന് പുലർച്ചെ ഈ ദേവന്മാരെല്ലാം കൂടി ഗുപ്തൻ പുഴയിൽ അഥവാ ഇന്നത്തെ ആറാട്ടുപുഴയിൽ ഇറങ്ങി ആറാട്ട് നടത്തി. ആ പുണ്യ നിമിഷം കാണാൻ ആകാശത്തു നിന്ന് ഗന്ധർവന്മാരും കിന്നരന്മാരും പുഷ്പവൃഷ്ടി നടത്തിയെന്നാണ് വിശ്വാസം. ഇന്നും ആറാട്ടുപുഴ പൂരത്തിന് ആനകൾ അണിനിരക്കുമ്പോൾ അതിലൊരാനയുടെ പുറത്ത് നമ്മൾ കാണാത്ത ഏതെങ്കിലും ഒരു ദേവനോ ദേവിയോ ഇരിപ്പുണ്ടാകുമെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. പൂരം കഴിഞ്ഞ് ഓരോ ദേവന്മാരും മടങ്ങുമ്പോഴുള്ള ആ കാഴ്ച ഭയങ്കര സങ്കടമാണത്രേ. അടുത്ത വർഷം വീണ്ടും കാണാം എന്ന ഉറപ്പോടെയാണ് അവർ പിരിയുന്നത്. ലോകത്തെങ്ങും ഇത്രയധികം ദൈവങ്ങൾ ഒത്തുചേരുന്ന മറ്റൊരു ഉത്സവം ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്നും ആറാട്ടുപുഴ പൂരം കഴിഞ്ഞാൽ മാത്രമേ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള മറ്റു പൂരങ്ങൾ നടത്താറുള്ളൂ. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.